ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ നെക്ക് ഡിസൈനാണ്. പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു നെക്ക് ഡിസൈൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള 2 വർക്കുകളാണ്. നെക്ക് പാറ്റേൺ ആണ്. അപ്പോൾ എനിക്ക് ആ പാർട്ടി വെയർ ചെയ്തപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ കാഷ്വൽ വെയർ ചെയ്തപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാനായിട്ട് വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. കുറച്ച് ലെങ്ത്തിൽ ഒരു 10 ഇഞ്ചൊക്കെ ലെങ്ത്തിലാണ് ഈ ക്യാൻവാസ് പേപ്പർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം 3.5 ഇഞ്ചസ് നെക്ക് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം താഴോട്ട് നെക്ക് ലെങ്ത്തായിട്ട് 3.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതൊരു ബോക്സ് പോലെ വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നോർമൽ റൗണ്ട് നെക്കിൻ്റെ പാറ്റേൺ വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ യുവോ റൗണ്ട് നെക്കിൻ്റെ പാറ്റേൺ ആണ് ഇപ്പോൾ ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. വരച്ചു കൊടുത്തതിന് ശേഷം താഴോട്ട് നമുക്ക് എത്ര ലെങ്ത്താണ് വേണ്ടത്, സ്ലിറ്റിൻ്റെ ലെങ്ത്ത് എത്രയാണ് അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. അപ്പോൾ ഞാൻ 3.5 ഇഞ്ചാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത്രയും സ്ലിറ്റ് എനിക്ക് മതി. നമുക്കിത് വേണമെങ്കിൽ ഒരു വി ഷേപ്പ് പോലെ കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഇതൊന്നും കൂടി ക്ലോസ് ആയിട്ട് അടുത്ത് നിൽക്കുമ്പോഴാണ് നെക്കിന് കൂടുതൽ ഭംഗി. അതുകൊണ്ട് തന്നെ ഞാൻ അത് അടുത്തായിട്ട് സെൻട്രലായിട്ടൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം താഴോട്ട് നമുക്ക് വേണമെങ്കിൽ ഈ വി ഷേപ്പ് പോലെ വരച്ചെടുക്കാം. എന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നോർമൽ സെൻറ്ററിൽ അടുത്ത് നിൽക്കുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ വി അല്ല ഇപ്പം നമ്മൾ ചെയ്യുന്നത്. വി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അത് കാണിക്കാനായിട്ടാണ് ഇപ്പം ഞാനിവിടെ വി വരച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്തതിൻ്റെ അടിഭാഗത്തോട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു ബോക്സ് പോലെ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് എക്സ്ട്രാ ഇട്ടാലാണ് നമുക്കതൊന്ന് മെറ്റീരിയൽ വെച്ച് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുമ്പം അത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ഇതുപോലെ അർജൻറ്റ് വർക്കൊക്കെ വരുമ്പം നമുക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അപ്പോൾ സ്റ്റിച്ചിങ് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. 1 ഡേ കൊണ്ടും 2 ഡേ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് വീഡിയോ കൂടി ആകുമ്പോൾ കുറേ സമയം നമുക്ക് വേണം. ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് അത് കാണിച്ച് വീഡിയോ എടുത്ത് വരുമ്പോൾ ടൈം കുറേ പോവും. അതുകൊണ്ടാണ് ഫുൾ വീഡിയോ ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട പോയിൻ്റാണ് ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം വിട്ടിട്ട് നമ്മൾ ഇതിനകത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ആ റൗണ്ട് ഷേപ്പും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചെന്നുള്ളൂ. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ക്ലോത്തിലേക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്റ്റിച്ചിങ് ഇതും ഈ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ പിന്നെ ഒരു ക്യാൻവാസിൽ വെട്ടി കാണിച്ചതാണ്. അപ്പോൾ ഞാൻ അതിനുശേഷം ഇത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ റൗണ്ട് ഷേപ്പ് കംപ്ലീറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ സ്ലിറ്റ് വരുന്ന ഭാഗത്തേക്ക് ഡയറക്റ്റ് നമ്മൾ 2 സൈഡിലും ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ അപ്പുറത്തെ സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നോർമൽ നമ്മൾ നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ ഈ സ്ലിറ്റിൻ്റെ ഭാഗം കുറച്ച് സെൻറ്ററിൽ നിന്ന് കണ്ടിട്ട് ഒന്ന് വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ അടുത്ത് ആ സമയത്ത് സ്റ്റാൻഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തതായിരുന്നു. അതുകൊണ്ട് കയ്യിൽ വെച്ച് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഒരു ജെർക്കിങ് പോലെ ഉള്ളത്. അപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സെൻറ്റർ ഭാഗവും കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഒരു കയ്യിൽ ഫോണ് ഒരു കയ്യിൽ കത്രികയും കൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. കുറച്ച് നമുക്ക് ഈ ഭാഗം കുറച്ച് വൈഡാവുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ നമുക്കിതൊരു വി ഷേപ്പ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ.
ഇതാകുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഭയങ്കര കുറവാണ്. എന്നിട്ട് ഇതിന് ശേഷം ഞാൻ ഒന്നുകൂടെ അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഒന്നുകൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്റ്റിച്ച് വിട്ടു പോന്നാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് കൊടുത്തു. അപ്പോഴും കുഴപ്പമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു വി ഷേപ്പ് പോലെ ചെയ്തെടുക്കാം. സെൻറ്റർ കട്ട് ചെയ്തപ്പോൾ നല്ല അടുത്തായതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒരു സ്റ്റിച്ച് കൂടെ ഒരിത്തിരി നീക്കിയിട്ട് കൊടുത്തത്. അല്ലെങ്കിൽ അത് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുത്താൽ അതിൻ്റെ ഭംഗി ഉണ്ടാവില്ല. അവിടെ ഞാൻ ടോപ്പ് സ്റ്റിച്ച് അങ്ങനെ കൊടുക്കാറില്ല. നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ അത് നല്ല പോലെ നിൽക്കും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മളിത് മറിച്ചതിന് ശേഷം അയൺ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ക്യാൻവാസിലുള്ള സംഭവം നമുക്ക് ക്യാൻവാസിൽ ആ മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് ആദ്യം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതിന് ശേഷം ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ടൊന്ന് ഹെമ്മ് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ജസ്റ്റ് ചെറിയൊരു ഹെമ്മിങ് കൊടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ മോഡൽസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചാൽ മതി. പിന്നെ ഇതുപോലുള്ള കസ്റ്റമൈസേഷനായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റഗ്രാം ത്രൂ DM ചെയ്താൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു. ഇതൊക്കെ നമ്മൾ ഈ നെക്ക് പാറ്റേണിൽ വരുന്ന ചില ഡിസൈൻസ് ആണ്. അപ്പോൾ അത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. കസ്റ്റമൈസേഷനായിട്ട് നമ്മൾ DM ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.